ആനയോ കടുവയോ ഒക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യം നമ്മുടെ സർക്കാരും മന്ത്രിമാരുമൊക്കെ പറയുന്നത് മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ എത്തിക്കുമെന്നാണ്. കോന്നി സുരേന്ദ്രൻ, വിക്രം, ഭരത് ഈ പേരുകളൊക്കെ കേരളീയർക്കാകെ സുപരിചിതവുമാണ്. ഇവരൊക്കെ വരുന്നത് മുത്തങ്ങയിലെ ആന ക്യാമ്പിൽ നിന്നാണ്. മുത്തങ്ങയിലെ ആന ക്യാമ്പിന് ബ്രിട്ടീഷ് കാലത്തോളം പഴക്കമുണ്ട്. പക്ഷേ ഇന്നത്തെ രീതിയിൽ കുങ്കി പരിശീലന കേന്ദ്രമായി മാറിയിട്ട് 10 വർഷത്തോളമേ ആയിട്ടുള്ളൂ. കേരളത്തിലെ ദൗത്യങ്ങൾക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കുങ്കിയാനകളെ എത്തിക്കുന്നത് അവസാനിപ്പിക്കാനാണ് മുത്തങ്ങയിൽ കുങ്കി പരിശീലനം തുടങ്ങിയത്. ചെറിയ പ്രായത്തിൽ ശബരിമലയിൽ നിന്ന് വനം വകുപ്പിന് ലഭിച്ച കോന്നി സുരേന്ദ്രനാണ് കുങ്കി ക്യാമ്പിലെ താരം. സ്ഥിരമായി നാട്ടിലിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്ന കാട്ടാനകളെയും വനം വകുപ്പ് പിടികൂടി പരിശീലനം നൽകി കുങ്കിയാനകളാക്കി. അങ്ങനെയാണ് വടക്കനാട് കൊമ്പൻ വിക്രമായും കല്ലൂർ കൊമ്പൻ ഭരതായും മാറിയത്. ഇവർക്ക് പുറമെ കുഞ്ചു, സൂര്യൻ, ഉണ്ണികൃഷ്ണൻ, പ്രമുഖ തുടങ്ങി 11 ആനകൾ മുത്തങ്ങ എലിഫന്റ് സ്ക്വാഡിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും വനം വകുപ്പിന്റെ ഓപ്പറേഷനുകളിൽ ഈ ആനകൾ പങ്കെടുക്കുന്നു. ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന കുങ്കിയാനകളായിട്ടുള്ള ആനകളെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് ഈ ക്യാമ്പ് വളരെ എഫേർട്ട് എടുത്തിട്ട് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ആനകൾ നമുക്കൂടെ ആവശ്യമുള്ളതാണ് നമുക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയൊക്കെ ആളുകളിലേക്ക് ഉണ്ടാക്കാനും കൂടെ ഈ എലിഫന്റ് സ്ക്വാഡിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ സഹായിക്കുന്നുണ്ട്. പകൽ സമയത്ത് കാട്ടിൽ സ്വതന്ത്രമായി മേയുന്ന കുങ്കിയാനകൾ സെമി വൈൽഡായാണ് വളരുന്നത്. ആഴ്ചയിൽ 4 ദിവസം ആനകൾക്ക് പ്രത്യേക പരിശീലനവുമുണ്ട്. കാട്ടിൽ കൊണ്ടുപോയി ട്രെയിനിങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി മറ്റുള്ള ആനകളുമായിട്ട് ഫൈറ്റിങ് എങ്ങനെയാണെന്നുള്ളതിന് നമ്മൾ ട്രെയിനിങ്ങൾ കൊടുക്കുന്നത് നമ്മളവിടെ അഴിച്ചുവിടുകയാണ് ചെയ്യുക. ചങ്ങലകളൊന്നുമില്ല, നമ്മൾ അഴിച്ചുവിടുകയാണ് ചെയ്യുക. പിന്നെ അത് അവിടെ നടന്ന് മേഞ്ഞ് അവിടുത്തെ തീറ്റകളെല്ലാം കഴിക്കും. അതിൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം അത് കഴിക്കുകയൊക്കെ ചെയ്യും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കുങ്കിയാനകൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഒരു 40 വയസ്സിൻ്റെ 39 വയസ്സിനൊക്കെ ആണെങ്കിൽ വലിയ ആനക്കാണെങ്കിൽ 4 കിലോ റൈസും പിന്നെ 3 കിലോ റാഗി, 2 കിലോ ആട്ട, 1/2 കിലോ ചെറുപയർ, 1 കിലോ മുതിര ഇതൊക്കെ കൂട്ടിയിട്ട് വേവിച്ചിട്ട് ഒരു ഉരുളായിട്ട് ഒരാനയ്ക്ക് ചിലപ്പോൾ 5 ഉരുള വരും, ചെറിയ ആനയ്ക്ക് 4 ഉരുള അങ്ങനെയിട്ട് ആക്കിയാണ് കൊടുക്കുന്നത്. അത് കൂടാണ്ട് ആനക്കുള്ള പുല്ലും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് ഏറ്റവും കൂടുതൽ ആയിരിക്കും നല്ലൊരിതാണ്. ഏറ്റവും കൂടുതൽ 50 ഗ്രാം വെള്ളം എന്ന് പറഞ്ഞാൽ ആനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പാപ്പന്മാർ കൂടുതൽ സ്നേഹിക്കുന്നത്. പന്തിയിലെ താരമായ കോന്നി സുരേന്ദ്രൻ ഇപ്പോൾ മതപ്പാടിലാണ്. ഉണ്ണികൃഷ്ണനും മതപ്പാടിന് സമയമായി. അത് കാണും. പിന്നെ ആനയുടെ സ്വഭാവത്തിൽ നമ്മൾ പറയുന്നതാണ് കേൾക്കാതെ വരും. പിന്നെ തിരിഞ്ഞ് നമ്മളെ ഓടിക്കും. നമ്മളെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആന അതൊരു പ്രലോഭനം കാണിക്കും. അതാകുമ്പോൾ നമ്മളെപ്പോഴും ആനയെ കയറ്റി കെട്ടും. കേരള വനം വകുപ്പിന്റെ അഭിമാനമായി മാറിക്കഴിഞ്ഞു മുത്തങ്ങയിലെ ആന ക്യാമ്പും ഇവിടുത്തെ കുങ്കിയാനകളും. പ്രജോഷ് കുമാറിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.